ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. കട്ടൻ ചായ 139. കട്ടൻ ചായ 139 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ സഹായിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. Let us make a cup of black tea. For that we needs the following ingredients: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, തേയില, മധുരം, വെള്ളം. Let us start. ടീക്ക് വുഡ് പെക്കർ നമുക്ക് തന്ന ആ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ എല്ലാ സാധനവും ഞാൻ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. കട്ടിംഗ് ബോർഡ് ഒന്ന് കണ്ടുകൊള്ളുക. നല്ല ഒന്നാന്തര സാധനമാണ്. ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തേയില, തേയില ലിപ്ടൺ ഡാർജിലിംഗ് കമ്പനി. ലിപ്ടൺ കമ്പനിയുടെ ഡാർജിലിംഗ് ബ്രാൻഡാണ്. ലോങ് ലീഫ് ടീ. അടുത്തത് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ, പഞ്ചസാര രഹിത മധുരം, അതെടുക്കാനുള്ള കുഞ്ഞൊരു സ്പൂണും. അടുത്ത നെക്സ്റ്റ് ഐറ്റം ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഇത് ഏലക്കായും കറുവാപ്പട്ടയും ഇതിലിടാനുള്ളത് ഞാൻ മൊത്തത്തിലൊന്ന് കാണിക്കുകയാണ്. അടുത്തത് അതിനെ അരിഞ്ഞ് പൊടിയാക്കി വെച്ചിരിക്കുന്നു. നെക്സ്റ്റ് ഐറ്റം നമ്മുടെ കപ്പാണ്, ചായ കുടിക്കാനുള്ള കപ്പ്. ഇത് നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള സിസ്റ്റമാണ്. അതായത് അതിൻ്റെ ഒരു ഗ്ലാസ് കൊണ്ടൊരു പാത്രം, പിന്നെ പൂണി, അതെല്ലാം കൂടെ കൂടി. ഇത് നമ്മുടെ വെള്ളം എടുക്കേണ്ട പാത്രം, ഇത് വെള്ളം, ഇത് നമ്മുടെ ഹീറ്റർ. ഈ സാധനങ്ങളെല്ലാം നമ്മൾ അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നത് നിങ്ങളെ വീണ്ടും ഒന്നും കൂടെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വർക്ക് തുടങ്ങാറായി. വർക്ക് തുടങ്ങുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ഹീറ്റർ ഓൺ ചെയ്യണം. ഹീറ്റർ ഓൺ ചെയ്തതിന് ശേഷം പാത്രം എടുത്തു വെച്ചു, പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു. ഇപ്പോൾ നമ്മുടെ ഷൂട്ടിങ്ങിന് നമ്മളെ സഹായിക്കുന്ന ഒരു കൈ ഉണ്ടല്ലോ, നമുക്ക് വേണ്ടപ്പെട്ട ഒരു കക്ഷിയാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചി എടുത്തിട്ടു, ഇഞ്ചിയുടെ പുറകെ കറുവാപ്പട്ട, ഏലക്ക ഇതിട്ടു. ഈ വെള്ളം തിളച്ച് വരാൻ 2 മിനിറ്റ് സമയമെടുക്കും. ആ 2 മിനിറ്റ് സമയത്തേക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പ്രോഗ്രാം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫസ്റ്റ് ആൻസർ കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പം നമ്മൾ സ്ഥിരമായി യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത്. രണ്ടാമത് ഇത് പ്രാക്ടീസിന് വേണ്ടി ചെയ്യുന്നതാണ്. പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മളെന്നും ഒരേ ഐറ്റം തന്നെ പല രീതിയിൽ ചെയ്ത് വരുമ്പോൾ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റിംഗ്, ഇതൊക്കെ നമുക്ക് നല്ല പരിചയമായി വരും. അപ്പോൾ ഭാവിയിലേക്ക് നല്ലതായിരിക്കും. മൂന്നാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം, ഈ പ്രോഗ്രാം ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയോട് കണക്ട് ചെയ്തതാണ്. ഫാദർ മാത്യു വയലാമണ്ണിൻ്റെ അച്ഛൻ നടത്തുന്ന എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്ക് ടി വിയിൽ കാണുന്ന പ്രോഗ്രാമാണ് ഡെയിലി ബ്ലെസ്സിങ്. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഞാൻ ഈ വചനം എല്ലാ ദിവസവും പറയുന്നത്. അപ്പോൾ ആ പ്രോഗ്രാമിൽ കാണിക്കുന്ന വചനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ഗുണങ്ങളാണ്. ഒരു പ്രാർത്ഥനയാണ്, അതിൻ്റെ ദൈവാനുഗ്രഹമാണ് എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതുവരെ എൻ്റെ ഈ ചാനലിൽ കൂടെ ആരോടും ഞാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടില്ല. നിങ്ങളെല്ലാം സോമനസാലെ ചെയ്തതാണ്. നിങ്ങൾക്ക് അതിന് പ്രേരണ തരുന്നത് ദൈവമാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു. ഇനി നമുക്ക് 58 ആകുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ നമ്മുടെ സഹായിയോട് പറഞ്ഞിട്ടുണ്ട്. സഹായി അതിന് സ്വിച്ച് ഓഫ് ചെയ്യും. അതിനകത്തേക്ക് തേയില ഇടും. ലിപ്ടൺ കമ്പനിയുടെ തേയിലയാണ് നമ്മൾ ഇടുന്നത്. ലോകോത്തര നിലവാരം ഉള്ള ഒരു തേയിലയാണ്, നല്ലതാണ്. ഇതിൻ്റെ പ്രത്യേകതയാണ്, ഇത് തിളച്ച വെള്ളത്തിലേക്ക് ഇടുക, പിന്നെ തിളപ്പിക്കാതിരിക്കുക. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു യൂണിറ്റ്, ഒരു പ്രത്യേക സൈസ് ഗ്ലാസ് പാത്രം, അതിലേക്ക് 2 സ്പൂണ് ഷുഗർ രഹിത പഞ്ചസാര രഹിത മധുരം ഇട്ടു. ഇനി അതിനകത്തേക്ക് നമ്മൾ ചായ അരിച്ചൊഴിക്കുന്നതിന് വേണ്ടി ഫിൽറ്റർ വെച്ച്, ഫിൽറ്ററിന് പുറത്ത് നമ്മൾ ചായ അതിലേക്ക് ഒഴിച്ചു, അത് അരിച്ചു. ഇനി അതൊന്ന് ഇളക്കുന്നതിന് വേണ്ടി സ്പൂണൊക്കെ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്പൂണ് തപ്പി നടക്കേണ്ട കാര്യമില്ല. സ്പൂൺ കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുന്നു, ഇളക്കിക്കണം. എന്താ നോക്കും. സഹായം വളരെ കേമിയാണ്, മിടുക്കിയാണെന്ന് തോന്നുന്നത്. അപ്പോൾ അടുത്ത നടപടി, ഇതിനെ നമ്മൾ കപ്പിലേക്ക് പകരുക. കപ്പിലേക്ക് പകർന്നതിന് ശേഷം ഇത് നമ്മൾ പ്രാർത്ഥനാ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എടുത്തു അവിടെ കൊണ്ടുവച്ചു. ദാ വന്നു, ദാ പോയി.
ഇനി വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. വളരെ നമ്മൾ ആദരവോടുകൂടി ബൈബിൾ എടുത്തുകൊണ്ട് വന്നു ബൈബിള് നമ്മൾക്ക് വായിക്കുക, പ്രാർത്ഥിക്കുക. അതാണ് അടുത്ത നടപടി. ഇവിടെ വായിക്കുന്നതിന് വേണ്ടി വചനം തരുന്നത് ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്ന് എടുക്കുന്ന വചനങ്ങളാണ്. ജൂൺ 28-നെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന വചനം. അത് മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 32-ാമത്തെ തിരുവചനമാണ്. മത്തായി 15:32. ഞാനത് വായിക്കാം. മത്തായി അധ്യായം 15. യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവർ എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. വഴിയിൽ അവർ തളർന്ന് വീഴാനിടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. വചനം ഇവിടെ തീർന്നു. കർത്താവേ, ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ശുഭം. ഗുഡ് ലക്ക്.